പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴച്ചെടുത്ത് മത്തി വറ്റിച്ചെടുത്ത ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ മത്തി വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആ പാനിൽ തന്നെ ചൂടുണ്ടാവുമല്ലോ, ആ ചൂടിൽ തന്നെ നമുക്കൊന്ന് പൊടിയൊന്ന് ഇളക്കി എടുക്കാം. എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 13 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പിലയും നന്നായി പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും ചെറിയുള്ളിയും ഒന്നിച്ചാണ് ചതച്ചെടുത്തത്. കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. നമ്മൾ നെല്ലിക്കകളെ കുറച്ചുകൂടെ വലുപ്പത്തിൽ ഉള്ള ഒരു അളവിലാണ് പുളി എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് നമ്മൾ ചതച്ചെടുത്തതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ വെച്ചിരുന്ന പുളിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളി എല്ലാം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കൈകൊണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ മത്തിക്കാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത്. പുളി വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേവി മതി. അപ്പോൾ നമ്മളിതൊന്ന് കുറുകി വരും, നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കും. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം. മത്തിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസിലേക്ക് മാറ്റാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്യാസ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 10 to 12 മിനിറ്റ് വരെ ഒന്ന് മത്തി കുക്ക് ചെയ്തെടുക്കാം. അപ്പം പിന്നെ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-12 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രേവിയെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊന്നത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയൊക്കെ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മത്തി വറ്റിച്ചെടുത്തത്. ഇത് നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്നുകൂടി ചൂടാറി വരുമ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മത്തി വറ്റിച്ചെടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക് യു.